ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിന് ആധാരമായി യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. ബുക്ക് ഓഫ് പ്രോഫറ്റ് ജെറമയ ചാപ്റ്റർ 45 വേഴ്സ് 5. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലാ ഇടത്തും ഞാൻ നിൻ്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആൻഡ് ഡു യു സീക്ക് ഗ്രേറ്റ് തിങ്സ് ഫോർ യുവർ സെൽഫ്? സീക്ക് ദം നോട്ട്. ഫോർ ബിഹോൾഡ് I am bringing disaster upon all flesh, declares the Lord. But I will give your life as a price of war in all places to which you may go. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. അടിയങ്ങളുടെ തിരുവചന ധ്യാനവും ശുശ്രൂഷയും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഭാഗ്യസ്മരണീയനായ സക്രിയാസ് മാർ തെയോഫിലസ് സഫ്രഗൻ മെത്രാപ്പൊലിത്തായുടെ ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ എന്ന ആത്മകഥയിൽ 1985 തിരുമേനി ഓസ്ട്രേലിയയിലെ പെർത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ശ്രീ കുരുവിള മാത്യുവും കുടുംബവുമായി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ വലിയൊരു കാർ അപകടത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. വളരെ ദാരുണമായ ആ അപകടം. എന്നാൽ അവിടെ ദൈവം അവിടെ യാത്രക്കാരോടെല്ലാവരോടും കരുണ ചെയ്തു. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും സൗഖ്യത്തോടെ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ ഇടയായി. തിരുമേനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ന് ആ ഹോസ്പിറ്റലിൽ ഏറെ ഭയത്തോടെ ഇരുന്നപ്പോൾ അധികം അദ്ദേഹം വായിച്ചിട്ടില്ലാത്ത ഒരു വേദഭാഗം ദൈവം അദ്ദേഹത്തിന് ചിന്തയായിട്ട് നൽകി. അത് യിരെമ്യാവ് 45-ന്റെ 5-ാമത്തെ വാക്യമായിരുന്നു. നീ പോകുന്ന ഇടത്തൊക്കെയും നിൻ്റെ പ്രാണനെ ഞാൻ കൊള്ള പോലെ നിനക്ക് നൽകും. തിരുമേനി ഈ ചിന്ത പിന്നീട് അന്നത്തെ സഫ്രഗൻ മെത്രാപ്പൊലിത്ത ആയിരുന്ന തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനിയോട് പങ്കുവച്ചതിനെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പോൾ തിരുമേനി പറഞ്ഞത് എപ്പോഴും ഓർത്തുകൊള്ളണം, ഇതൊരു എക്സ്റ്റെൻഡഡ് ലൈഫാണ്, നീട്ടിക്കിട്ടിയ ആയുസ്സാണ്. സക്രിയാസ് തിരുമേനി രേഖപ്പെടുത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മരണകരമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, വിടുതൽ ലഭിക്കുമ്പോൾ എപ്പോഴും ഈ വാക്യം ഞാൻ ഓർക്കുമായിരുന്നു എന്നാണ്. നമ്മൾ വായിച്ച വേദഭാഗത്ത് യിരെമ്യാവ് തൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന തൻ്റെ സ്ക്രൈബായ, എഴുത്തുകാരനായ, ശാസ്ത്രിയായ ബാരൂക്കിന് നൽകുന്ന ഒരു ഉപദേശമാണ് നാം വായിക്കുന്നത്. നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്. ദൈവം നിൻ്റെ പ്രാണനെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യിരെമ്യാവും ബാരൂക്കും ശുശ്രൂഷ ചെയ്ത ചരിത്ര പശ്ചാത്തലം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഏറെ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. രാജാവും ഭരണകൂടവും അവരുടെ പ്രവൃത്തികളൊക്കെയും നിരന്തരമായി വിമർശിക്കുവാൻ, ദൈവത്തിൻ്റെ പാതയിലേക്ക് തിരികെ വരുവാൻ പ്രവാചകൻ തുടർച്ചയായിട്ട് ഭരണകൂടത്തോട് ആവശ്യപ്പെടുമ്പോഴും അവരിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ലഭിക്കുന്നത്. യിരെമ്യാ പ്രവചനം 36-ാം അധ്യായത്തിൽ യിരെമ്യാവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വചനം, ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് ജനത്തോട് വായിച്ചു കേൾപ്പിക്കുന്ന ബാരൂക്കിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതെല്ലാം അവിടെ തുടർന്നൊരു അപകട സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവനെയും നയിക്കുകയാണ്. ബാരൂക്ക് ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് സ്ക്രൈബാണെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഒരു ശാസ്ത്രിയായി പരിശീലനം ലഭിച്ച അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരൊക്കെ രാജകൊട്ടാരങ്ങളിലും സമൂഹത്തിലും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുകയാണ്. എന്നാൽ ദൈവദർശനത്താൽ പ്രവാചകനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന താൻ ഇന്നൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തൻ്റെ സെക്യൂരിറ്റി, സോഷ്യൽ ഓണർ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജീവിതം ഒരു അപകട സാഹചര്യത്തിലാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ചിന്തകളായിരിക്കാം ഇപ്രകാരം ഒരു കറക്റ്റിംഗ് സ്റ്റെപ്പ്, ഒരു തിരുത്തലിൻ്റെ മാർഗം സ്വീകരിക്കുവാൻ പ്രവാചകനിലൂടെ ദൈവം അദ്ദേഹത്തോട് ആവശ്യപ്പെടുവാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കും. സാധാരണയായിട്ട് കോളേജ് പഠനത്തിന് ശേഷം സെമിനാരി അഭ്യസനത്തിനായിട്ട് അപേക്ഷിക്കുമ്പോൾ എല്ലാ യൗവനക്കാരും വളരെയധികം അതിനായി ആഗ്രഹിക്കാറുണ്ട്. സെമിനാരി അഡ്മിഷൻ ലഭിക്കുമ്പോൾ അതിയായ സന്തോഷവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മളുടെ കൂടെ പഠിച്ച ആളുകൾ നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്നു, നല്ല സ്ഥലങ്ങളിൽ ജോലിക്കായിട്ട് പുറപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ചില സങ്കടങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് എനിക്കുണ്ടായിട്ടുണ്ട്, ഇവിടെയുള്ള ചില വൈദികർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ അപ്പോഴൊക്കെയും നമ്മളെ പിടിച്ചു നിർത്തുന്നത് ക്രിസ്തുവേശുവിനോടുള്ള സ്നേഹവും ഈ ശുശ്രൂഷ ഞാൻ നിർവഹിക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യവുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അപ്രകാരം ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ വേദഭാഗത്ത് നിന്ന് 2 ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ശമാശന്മാർക്ക് അഭിനയ തിരുമേനി നൽകിയ ധ്യാനത്തിൽ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ശുശ്രൂഷ എന്നാൽ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാനുള്ള നിയോഗമാണ്. മിനിസ്ട്രി ഈസ് ജേർണിങ് വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഭവമാണ്. AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദ പണ്ഡിതനായിരുന്ന, തിരുവചന വ്യാഖ്യാനത്തിൽ ഏറെ ഔന്നിത്യം പുലർത്തിയ, പുതിയ നിയമ ഗ്രന്ഥരചയിതാക്കളെയൊക്കെ ഏറെ സ്വാധീനിച്ച ഫിലോ ഓഫ് അലക്സാൻഡ്രിയ എന്ന പണ്ഡിതൻ, യഹൂദ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, ഓൺ ഏബ്രഹാം ആൻഡ് ഓൺ ഏബ്രഹാംസ് മൈഗ്രേഷൻ. അബ്രഹാമും അദ്ദേഹത്തിൻ്റെ തീർത്ഥാടന യാത്രയും. അവിടെ ദൈവത്തോടൊപ്പമുള്ള യാത്ര അബ്രഹാം എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷത്തോടെ കൊണ്ടുപോയതെന്ന് ഫിലോ ഓഫ് അലക്സാൻഡ്രിയ വിവരിക്കുന്നുണ്ട്. അദൃശ്യനായ ദൈവം, ട്രാവലിംഗ് വിത്ത് അൺസീൻ ഗോഡ്, അദൃശ്യനായ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഈ യാത്രയിലുടനീളം പ്രതിസന്ധികളുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പോംവഴികൾ അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോഴും അദ്ദേഹം ദൈവത്തോടൊപ്പം യാത്ര ചെയ്ത് തുടങ്ങിയ ശേഷം എത്രമാത്രം പ്രതിസന്ധികൾ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഈവൻ വ്യക്തിബന്ധങ്ങളിലും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നേരിടുന്ന അപകടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ അദൃശ്യകരം അദ്ദേഹത്തെ യാത്രയിൽ സഹായിക്കുകയാണ്. ഒരർത്ഥത്തിൽ പട്ടക്കാരുടെ ശുശ്രൂഷയും സുവിശേഷകരുടെ ശുശ്രൂഷയും നമ്മളുടെ എല്ലാവരുടെയും ശുശ്രൂഷകളും, അത് ബാങ്ക് ഓഫീസർ ആയിക്കൊള്ളട്ടെ, പോലീസ് ഓഫീസർ ആയിക്കൊള്ളട്ടെ, അധ്യാപകരായിക്കൊള്ളട്ടെ, എല്ലാം ദൈവത്തോട് ചേർന്നുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ വിവിധ ആളുകളെ നമ്മൾ വിവിധ കാലഘട്ടങ്ങളിൽ കണ്ടുമുട്ടുന്നു. വിവിധ പ്രശ്നങ്ങളെ നമ്മൾ നേരിടുവാനായിട്ട് നമ്മൾ ഇടയാകുന്നു. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തോടുള്ള ഈ യാത്രയിൽ ദൈവത്തിൻ്റെ കൃപ, അദൃശ്യനായ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നു. ഗ്രേഷ്യസ് അൺസർട്ടനിറ്റി എന്നൊരു വാക്ക് ധ്യാന പുസ്തകങ്ങളിൽ പലപ്പോഴും നൽകാറുണ്ട്. മുൻപോട്ടുള്ള ജീവിതം പലപ്പോഴും അനിശ്ചിതമാണ്. എന്നാൽ ആ അനിശ്ചിതത്വത്തിൻ്റെ മധ്യത്തിലും കൃപയുള്ള ദൈവം നമ്മളെ കരുതുന്നു. ബാരൂക്കിൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് ഇരമ്യാവ് പറയുന്നത്. നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടം, ഇനി തുടർന്ന് വരാൻ പോകുന്ന യുദ്ധം, ഇതിൻ്റെയൊക്കെ മധ്യത്തിലും ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കും, നിൻ്റെ ജീവനെ ദൈവം സംരക്ഷിക്കും എന്ന് ഇരമ്യാവ് ബാരൂക്കിന് ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദൈവത്തോടൊപ്പമുള്ള ഈ യാത്രയിൽ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം, ഈ യാത്രയുടെ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത് ദൈവമാണ് എന്നുള്ളതാണ്. ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളെ കൊണ്ടുവരുവാനുള്ള യാത്രാപാത നിശ്ചയിക്കുന്നത് ദൈവമാണ്. ദൈവിക സംരക്ഷണം അവർക്ക് തുടർച്ചയായിട്ട് ലഭിക്കുവാനായിട്ട് ഇടയായി. യേശു കർത്താവ് പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്യാരി യുവർ ഓൺ ക്രോസ് ആൻഡ് ഫോളോ മീ. ഇവിടെ ഈ ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്ന പാത നിശ്ചയിക്കുന്നത് ഓഫീസർ ഇൻ ഡ്യൂട്ടിയാണ്, ഈ ചുമതല നിർവഹിക്കുന്ന ഓഫീസറാണ്. സെൽഫ് ഡയറക്ഷൻ അല്ല അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വൊക്കേഷൻ ദൈവത്തിൻ്റെ പർപ്പസാണ്, അത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് അല്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു.
സങ്കീർത്തനം 31 നമ്മൾ വായിക്കുന്നു, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ്. എൻ്റെ കാലഗതികൾ നിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നു. ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഡയറക്ഷൻ തീരുമാനിക്കുന്നത് ദൈവമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഞാനിരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനിരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇത് കർത്താവിൻ്റെ നിയോഗമാണ്. യോഹന്നാൻ 21-ാം അധ്യായത്തിൽ പത്രോസിനോട് കർത്താവ് പറയുന്നു, ഒരുത്തൻ നിൻ്റെ അരയ്ക്ക് കയറ് കെട്ടി അവൻ നിന്നെ നയിക്കും. നിനക്കിഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കാം, പക്ഷെ അവൻ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഭരണങ്ങാനത്തെ അൽഫോൻസാമ്മയുടെ ഒരു വചനം അവിടെ എഴുതി വച്ചിട്ടുണ്ട്, എൻ്റെ മേലധികാരി എന്നെക്കുറിച്ച് എടുക്കുന്ന തീരുമാനം എന്നെക്കുറിച്ചുള്ള ദൈവഹിതമാണ്. ഈ ദൈവഹിതം ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇവിടെ യിരെമ്യാവ് ബാരൂക്കിനെ ശാസിക്കുകയാണ്, തിരുത്തുകയാണ്. നിൻ്റെ ആഗ്രഹങ്ങളെക്കാൾ, ഒരുപക്ഷെ മറ്റുള്ളവരോടൊപ്പമുള്ള ആ ഒരു സ്റ്റാറ്റസ് ലൈഫിനേക്കാൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക. ലൂക്കോസ് 17-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, നമുക്കുണ്ടാകേണ്ട സമീപനം. ഉപമയിൽ കർത്താവ് പറയുന്നു, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ഞങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവത്തോടുള്ള ഈ യാത്രയിൽ കർത്താവിൻ്റെ ഡയറക്ഷൻസ് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നലെ ധ്യാനത്തിൽ തിരുമേനി ശമാശന്മാർക്ക് നൽകിയ ഒരു ഡയറക്ഷനും ഇതായിരുന്നു, നമ്മളുടെ ഈ യാത്രയിലുടനീളം കർത്താവിൻ്റെ മഹത്വം അന്വേഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പൗലോസ്ലീഹ പറയുന്നു, ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ആണ് എൻ്റെ പ്രസംഗ വിഷയം. റിസൺ ലോർഡിനെ പ്രസംഗിക്കുവാൻ, ആളുകളോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ, ജീവൻ്റെ തുടിപ്പുകളായി ഈ ലോകത്തിൽ അവരെ രൂപപ്പെടുത്തുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രാരംഭ ജനറൽ സെക്രട്ടറി ആയിരുന്ന അഡോൾഫ് വിസർ ഹോഫ്റ്റ് ഇപ്രകാരം പറയും, കീപ് ജീസസ് ക്രൈസ്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് യുവർ റിഫ്ലക്ഷൻസ്. നമ്മളുടെ വചന ശുശ്രൂഷകൾ, നമ്മൾ നിർവഹിക്കുന്ന കൂദാശകൾ, നമ്മളുടെ മധ്യസ്ഥ പ്രാർത്ഥന, ഇവിടെയൊക്കെ ക്രിസ്തുവിന് മഹത്വം കൊടുത്ത് ജനത്തെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഹീ ലീഡ്സ് മീ ഇൻ ദ റൈറ്റ് പാത്ത്. ദൈവത്തിൻ്റെ ഡയറക്ഷനിൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തിനായിട്ട് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണ്. രണ്ടാമത്തെ ചിന്ത, ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവജനത്തോടൊപ്പമുള്ള യാത്രയാണ്. മിനിസ്ട്രീസ് ജേർണിങ് വിത്ത് ഗോഡ്സ് പീപ്പിൾ. പട്ടത്തെ ശുശ്രൂഷ ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ, ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാനുള്ള വലിയൊരു അവസരമാണ്. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പറയുന്നു, ടേക്ക് കെയർ ഓഫ് മൈ ഷീപ്പ്, എൻ്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കുക. വിശുദ്ധ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ പറയുന്നു, ഇടയ ശുശ്രൂഷ എത്ര ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ആടുകളെ പേർ ചൊല്ലി അറിയുന്നു, അവരെ മുന്നിൽ നിന്ന് നയിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ നൽകുന്നു. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന വിഖ്യാതമായ ഗ്രന്ഥം രചിച്ച ഡിട്രിച്ച് ബോൺഹോഫർ കർത്താവിനെക്കുറിച്ച് പറയുന്നത് എ മാൻ ഫോർ അതേഴ്സ് എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച യേശു ക്രിസ്തു. 1944 നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിയുമ്പോൾ അദ്ദേഹം ജയിലിൽ നിന്ന് എഴുതിയ ചില കത്തുകളിൽ യിരെമ്യാ പ്രവചനം 45-ാം അധ്യായത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ബാരൂക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അവിടെ പറയുന്നത്, വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കായി ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജനങ്ങളോടൊപ്പം മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അവിടെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും, വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകും. എന്നാൽ അനുഭവങ്ങളിലൂടെ വിശ്വാസത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ ലോകത്തിലെ ജീവിതം നമ്മെ സഹായിക്കുന്നു. ബോൺഹോഫർ പറഞ്ഞു നിർത്തുന്നത്, ബാരൂക്കിന് യിരെമ്യാവ് നൽകുന്ന നിർദ്ദേശം, ഗദശമനയിൽ പ്രാർത്ഥിച്ച കർത്താവിനെ പോലെ ആഗ്രഹങ്ങൾ എന്തെല്ലാം ഉണ്ടായിരുന്നാലും ആത്യന്തികമായി ദൈവത്തിന് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഹൃദയമുള്ള ഇടയന്മാരെ ദൈവം നൽകുമെന്ന് യിരെമ്യാ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെല്ലാം അവർ അതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവാണ്. അവർ വചനം പറയുമ്പോഴും
കൂദാശകൾ അനുഷ്ഠിക്കുമ്പോഴും ആ ജനത്തെ ചേർത്ത് പിടിച്ച് ദൈവം മുൻപാകെ അവർ നിൽക്കുകയാണ്. കർത്താവ് പറയുന്നു, ഒരാൾ നിങ്ങളോട് 1 നാഴിക കൂടെ യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ 2 നാഴിക അവരുടെ കൂടെ യാത്ര ചെയ്യണം. ജനങ്ങളോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ദൈവം ശമാശന്മാരെ, നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇവിടെ ഈ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നിതാന്തമായ ജാഗ്രതയാണ്, ഇറ്റേണൽ വിജിലൻസ്. ഇടയ ശുശ്രൂഷ വളരെ ശ്രദ്ധയോടെ കരുതലോടെ ചെയ്യേണ്ട ഒന്നാണ്. അവിടെ നമ്മുടെ ശുശ്രൂഷയുടെ പ്രയോറിറ്റീസ് എപ്പോഴും നിർണ്ണയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുൻപ് മലബാറിൽ വളരെ ഹൃദ്യമായി ദൈവവചനം പ്രഘോഷിച്ചിരുന്ന ഒരു പ്രസംഗകനുണ്ടായിരുന്നു. അദ്ദേഹം ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയാണ്. ക്യാൻസർ രോഗത്തിൻ്റെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് ദൈവം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് നിയോഗമുണ്ടായിരുന്നു. അതിൻ്റെ തലേദിവസം രാത്രിയിൽ ഞങ്ങളുടെ മറ്റൊരു സ്നേഹിതൻ, അദ്ദേഹത്തിന് അല്പം ശാരീരിക പ്രയാസങ്ങളുണ്ട്, ബ്ലഡ് കൗണ്ടിൽ വേരിയേഷനുണ്ട്, എന്നാലും നാളെ അദ്ദേഹം അവിടെ വരാം, പ്രസംഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഇടവകയിൽ ക്രിസ്മസ് കാരൽ റൗണ്ട്സ്, ഹൗസ് ടു ഹൗസ് കാരലിംഗ് നടക്കുന്ന സമയമാണ്. അദ്ദേഹത്തിനെ വിളിക്കണമെന്ന് എനിക്ക് തോന്നി, പക്ഷേ അത് മാറ്റിവെച്ചു, നാളത്തേക്ക് മാറ്റി. എന്നാൽ ആ രാത്രിയിൽ അദ്ദേഹം തൻ്റെ പ്രാണനെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിനോട് അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ പ്രയോറിറ്റി അവിടെ തെറ്റിപ്പോയപ്പോൾ ആ ജീവിതത്തിലെ ഒരു വലിയ നിയോഗം എനിക്ക് നഷ്ടമാവുകയാണ് ചെയ്തത്. ഈ ശുശ്രൂഷയിൽ കൃത്യമായിട്ടുള്ള ജാഗ്രത പരിശുദ്ധാത്മാവിൽ പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങളോടൊത്തുള്ള ഈ യാത്രയിൽ അവരിൽ നിന്ന് പഠിക്കുവാനും അവരിൽ നിന്ന് ദൈവത്തോട് അടുക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഞങ്ങളുടെ സെമിനാരി ഗ്രാജുവേഷൻ്റെ സമയത്ത് സെമിനാരി പ്രിൻസിപ്പൽ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവശാസ്ത്ര അഭ്യസനമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഇടവകളിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിങ്ങളെക്കാൾ ദൈവത്തോട് ഏറെ അടുപ്പമുള്ള ധാരാളം ആളുകളെ ഇടവകളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവരോട് ചേർന്ന് ജീവിക്കുവാൻ, അവരിൽ നിന്ന് പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇന്നലെ ഇവിടെ ശമാശന്മാരുടെ ധ്യാനത്തിൽ ഇടവക ഭവനങ്ങൾ സന്ദർശിക്കുന്ന വൈദികർ അവിടെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എടുത്ത് പറയുകയുണ്ടായി. യൂഹാനൻ മാർത്തോമ തിരുമേനി തൻ്റെ ആത്മകഥയായ ഓർമ്മകളും കുറിപ്പുകളിൽ ഇപ്രകാരം ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരിക്കലെ വളരെ ധൃതിയിൽ തിരുമേനി യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ കാണുവാൻ തിരുവനന്തപുരത്തൊരു ഭവനത്തിൽ ചെല്ലുകയാണ്. എന്നാൽ അവിടെ മുതിർന്നവരാരും ഉണ്ടായിരുന്നില്ല. തിരുമേനി വളരെ പെട്ടെന്ന് തന്നെ അവിടെ തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ആ വരാന്തയിൽ 4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് ഇരിപ്പുണ്ട്. തിരുമേനി തിരികെ കാറിലേക്ക് കയറുവാൻ പോകുന്നതിന് മുമ്പ് ആ കുഞ്ഞ് വിളിച്ചു പറയുകയാണ്, ഒരു വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കാതെയാണോ പോകുന്നത്? തിരുമേനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ശരിക്കും ലജ്ജിതനായിപ്പോയി. ഞാൻ തിരികെ ചെന്ന് ആ വീട്ടിൽ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ ഓർത്ത് ഞാൻ സന്തോഷിച്ചു. നല്ല പതിവുകൾ അവിടെയുള്ള അച്ഛന്മാരും ദൈവദാസന്മാരും നൽകിയത് കൊണ്ടാണല്ലോ ആ കുഞ്ഞ് അപ്രകാരം പ്രതീക്ഷിച്ചത് എന്ന് തിരുമേനി തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ആളുകളുടെ വിശ്വാസം, അവരുടെ ഹൃദയത്തിൻ്റെ നന്മ അളക്കുവാൻ നമുക്ക് പരാജയം സംഭവിക്കാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത ദേവാലയത്തിൽ ഇടവകയുടെ ഒരു ഔദ്യോഗിക ചുമതല വഹിച്ചിരുന്ന ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇടവകയുടെ ഒരു പൊതു ആവശ്യത്തിന് കുറച്ച് സാമ്പത്തികം കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഈ പ്രിയ സ്നേഹിതന് ബാങ്കിൽ ഏറെ ലക്ഷങ്ങൾ രൂപ കടമുണ്ട്. എന്നാൽ ആരും ആ പണം നൽകാത്തതുകൊണ്ട് ആ പണം നൽകുവാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. എനിക്ക് മനസ്സിൽ അല്പം അലോഹ്യം തോന്നി. ഒന്ന്, ഇദ്ദേഹത്തിന് ലക്ഷങ്ങളുടെ കടം ഓൾറെഡി ഉണ്ട്. 2, ഈ പണവും അദ്ദേഹം കടം വാങ്ങിയാണ് നൽകാൻ പോകുന്നത്. അത് അംഗീകാരത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ഞാൻ മനസ്സിൽ അവിടെ വിധി നിർണ്ണയിക്കുകയാണ് ചെയ്തത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ അറിയാമല്ലോ, ഞാനൊരു ചെറിയ തുക ദേവാലയത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നൽകി.
എന്നാൽ ദൈവം എനിക്ക് വലിയൊരു പ്രതിഫലം നൽകി. കഴിഞ്ഞ ദിവസം ബാങ്കിൻ്റെ മാനേജർ എന്നെ വിളിച്ചു. ബാങ്കിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് ബ്ലൈൻഡായിട്ടുള്ള ആളുകളുടെ കടം 50% റൈറ്റ് ഓഫ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് സന്തോഷത്തെക്കാൾ വലിയ കുറ്റബോധമാണ് തോന്നിയത്. മറ്റുള്ളവരെ നമ്മൾ വിധിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ സ്വയം ലജ്ജിതരായിട്ട് മാറുകയാണ്. അവരുടെ ദൈവബന്ധം, ദൈവത്തോടുള്ള അടുപ്പം അത് വിധിക്കുവാനായിട്ട് നമ്മളല്ല എന്ന് അവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ജനങ്ങളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ബാരൂക്കിന് നൽകുന്ന ഉപദേശം തന്നെയാണ്, നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യോഹന്നാനും യാക്കോബും കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്നാൽ കർത്താവ് അതിനോട് പോസിറ്റീവായിട്ടല്ല റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധു കൊച്ചുഞ്ഞ് ഉപദേശി തൻ്റെ ജീവിത വ്രതത്തിൽ എഴുതി വച്ചിരുന്ന ഒരു കാര്യം, ബഹുമാന ചിന്ത, പ്രതാപചിന്ത, അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുമെന്നാണ്. സോഷ്യൽ ഓണർ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ഇവിടെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് പട്ടം നൽകുന്നതിന് മുമ്പ് ധ്യാനത്തിൽ അഭിമന്യ ഗീവർഗീസ് മാർ അത്താനാസ്യോസ് സപ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി എന്നോട് പറഞ്ഞ ഒരു കാര്യം, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ മോഷ്ടിക്കരുത് എന്നാണ്. പട്ടംകൊട ശുശ്രൂഷയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതാണ്. നമ്മൾ നിഗളിയും മത്സരക്കാരനുമായി മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുവാനായിട്ട് ഇടയാകാതെ ദൈവത്തിൻ്റെ നന്മയിൽ സംതൃപ്തി പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. ഡിസയർ ഓഫ് ദ ഫ്ലഷ്, ഡിസയർ ഓഫ് ദ ഐസ്, പ്രൈഡ് ഇൻ റിച്ചസ്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, അത് ദൈവത്തിൽ നിന്ന് അല്ല എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈഡ് ഇൻ റിച്ചസ്, ജീവനത്തിൻ്റെ പ്രതാപം എന്ന വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ വിലയുള്ളതായി കാണുന്ന പലതും, അതൊരു പക്ഷേ സ്ഥാനങ്ങളായിരിക്കാം, അംഗീകാരങ്ങളായിരിക്കാം, പബ്ലിസിറ്റി ആയിരിക്കാം, വെൽത്ത് ആയിരിക്കാം, ഇതിനൊക്കെ ചിലതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ ബാരൂക്കിൻ്റെ ജീവിതവുമായിട്ട് ചേർന്ന് പോകുന്ന മറ്റൊരു ജീവിതത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജനിച്ച് 20-ാം നൂറ്റാണ്ടിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആഫ്രിക്കയിലെ ക്രിസ്ത്യൻ മിഷണറി ഡോക്ടർ ആൽബർട്ട് ഷ്വൈറ്റ്സറാണ്. ഡോക്ടർ ആൽബർട്ട് ഷ്വൈറ്റ്സർ ജനിച്ചപ്പോൾ ഒരു പ്രിമച്വർ ബേബിയായിട്ടാണ് ജനിക്കുന്നത്. ഈ കുഞ്ഞ് കുറച്ചു കാലമേ ജീവിക്കുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. ആ കുഞ്ഞിനെ കാണാൻ ഒരു സൗന്ദര്യമില്ലായിരുന്നു. ആ കുഞ്ഞിൻ്റെ വൈരൂപ്യം കണ്ട് വിസിറ്റേഴ്സ് പലപ്പോഴും അവരുടെ മുഖം മാറിപ്പോകുന്നത് അമ്മ കണ്ട് വ്യസനിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ ഈ കുഞ്ഞ് വളർന്നു, മിടുക്കനായിരുന്നു. ഫിലോസഫിയിലെ PhD നേടി ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായി. തിയോളജിയിലും അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. അദ്ദേഹം കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായി. സംഗീതത്തിൽ ആഴമായ അവഗാഹമുണ്ടായിരുന്നു. നല്ലൊരു കൊയർ മാസ്റ്ററായി. അങ്ങനെ ഔന്നത്യത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്, ആഫ്രിക്കയിൽ ലാംബനീർ എന്ന സ്ഥലത്ത് പോയി ഞാൻ ശുശ്രൂഷ ചെയ്യണം. എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. നീ ഇപ്പോൾ ചെയ്യുന്നത് ശ്രേഷ്ഠകരമായ ഒരു ദൗത്യമാണ്. നീ ഒരു വികാരിയാണ്, ഒരു കോളേജ് പ്രിൻസിപ്പലാണ്, സംഗീതജ്ഞനാണ്. ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം ഇല്ല, ഈ സ്കില്ലല്ല എനിക്ക് വേണ്ടത്. അദ്ദേഹം 38-ാം വയസ്സിൽ മെഡിക്കൽ ഡിഗ്രി എടുത്ത് ഒരു ഡോക്ടറായിട്ട് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. ജീവനെ കൊള്ളയായി എങ്ങനെയാണ് ദൈവം നൽകുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം കാണിച്ചു തരുന്നുണ്ട്. അന്ന് ആഫ്രിക്കയിലേക്കുള്ള യാത്രകൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ബോട്ടുകളെല്ലാം ഹിപ്പോപ്പൊട്ടാമസ് കുത്തിമറിക്കുന്ന നൈൽ നദിയിലൂടെ, മരത്തിൽ നിന്നുള്ള വിഷപ്പാമ്പുകൾ ധാരാളം ബോട്ട് യാത്രക്കാരുടെ ജീവനെടുത്ത സാഹചര്യത്തിൽ വിഷപ്പാമ്പുകളിൽ നിന്നും ബോട്ട് മറിക്കുന്ന ഹിപ്പോപ്പൊട്ടാമസിൽ നിന്നും അദ്ദേഹം ചെന്നിറങ്ങിയ സ്ഥലത്തെ നരഭോജികളിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് സംരക്ഷണം ലഭിച്ചു. പ്രശസ്തിയിൽ നിന്ന് അപ്രശസ്തിയിലേക്ക് മാറിയ അദ്ദേഹത്തെ പക്ഷേ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം തേടിയെത്തുകയാണ്. ഒരു പ്രിമച്വർ ബേബിയായിട്ട് സർവൈവ് ചെയ്യില്ല, കുഞ്ഞിന് ഹെൽത്തില്ല എന്ന് വിധി എഴുതിയപ്പോൾ 90-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. ദൈവം ജീവനെ നൽകി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച അദ്ദേഹത്തെ ആദരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ദൈവത്തോടൊപ്പമുള്ള ഒരു യാത്രയാണ് ശുശ്രൂഷ. ഇത് ദൈവജനത്തോടൊപ്പമുള്ള ഒരു യാത്രയാണ്. ബാരൂക്ക് യിരെമ്യാവിനൊപ്പം നിലനിന്നു. അദ്ദേഹം ജനത്തെ സ്നേഹിച്ചു. യിരെമ്യാവിനൊപ്പം ജനത്തെ സ്നേഹിച്ചു. ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തു. ആ ജനങ്ങൾ പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരും ആ കഷ്ടതയിൽ പങ്കാളികളാവുകയാണ്. യിരെമ്യാ പ്രവചനവും വിലാപങ്ങളുടെ പുസ്തകവും എഴുതുവാൻ
ബാരൂക്ക് ഇര്മ്യാവിനെ സഹായിച്ചു. ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥമുണ്ട് ബാരൂക്ക് എന്ന പേരിൽ. ഈ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ തൻ്റെ ജീവിതത്തേക്കാൾ എത്രയോ നൂറ്റാണ്ടുകളായി ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നീ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുത് എന്നുള്ള ഉപദേശം ഹൃദയത്തിൽ സ്വീകരിച്ച് ബാരൂക്ക് ദൈവത്തിന് വേണ്ടി ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതവും ശുശ്രൂഷകളും അപ്രകാരം ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമ്മളുടെ പ്രിയപ്പെട്ട ശമാശന്മാർക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം നൽകിയ അഭിമന്യ തിരുമേനിയോട് എൻ്റെ ആദരവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ.